നോക്ക്, നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിലും സുകുമാരി ചങ്കി കൊണ്ട് നടക്കുന്നത് അവളെ. എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഒരെണ്ണത്തിനെ ഇല്ലാതെ അഴി എണ്ണിക്കും ഞാൻ. ആ ദേ, ഈ നിൽക്കുന്നവരെ കണ്ടോ? കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് വേണ്ടപ്പെട്ട ആരോ അകത്ത് കിടപ്പുണ്ടെന്ന്. അതിന്റെ വിഷമം കൊണ്ട് മൂന്നാളും നിൽക്കുകയാണെന്ന്. എന്നാലേ അതല്ല സത്യം. ദേ, അകത്ത് കിടക്കുന്നതേ എന്റെ കൊച്ചുമോളാ, എന്റെ പ്രിയങ്ക മോളാ. മുത്തശ്ശി, അവളെ കൊല്ലാൻ നോക്കിയിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നതാ. നിങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കാനല്ലേ പറഞ്ഞത്? എന്നാ നീ എന്നെ കൊല്ലടാ. എന്റെ മോളെ കൊല്ലാൻ നോക്കിയതുപോലെ നീ എന്നെയും കൊല്ലടാ മുത്തശ്ശി. ഹലോ സാറേ, ഞാൻ സുകുമാരിയാ, പ്രിയങ്കയുടെ മുത്തശ്ശി. എന്താ നിങ്ങള് ഈ നേരത്ത്? സാറേ, പ്രിയങ്ക ആശുപത്രിയിലാ. ഓഹോ, അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണല്ലോ. ഇത് പിന്നെ അങ്ങനെയല്ല സാറേ, കണിമംഗലത്തുള്ളവര് അവളെ ഉപദ്രവിച്ചതാ. എന്താ? അതെ സാറേ, ആ വരുൺ അവളെ കോണിപ്പടിയുടെ താഴേക്ക് വലിച്ചെറിഞ്ഞു, കൊല്ലാൻ നോക്കിയതാ. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? അതെ സാറേ, ഞാനിപ്പോ ആശുപത്രിയിലാ ഉള്ളത്. എന്റെ മോള് ബോധം കെട്ട് കിടക്കുക. ഇച്ചിരി ഗൗരവമാണെന്നാ ഡോക്ടർമാര് പറയുന്നേ. സുകുമാരിയമ്മേ, അല്പം ബുദ്ധിപൂർവ്വം നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് കണിമംഗലത്തുള്ളവരെ മുഴുവൻ നമുക്ക് കുരുക്കാൻ പറ്റും. എന്താ സാറേ ഞാൻ ചെയ്യണ്ടേ? നിയമപ്രകാരം പ്രിയങ്ക വരുണിന്റെ ഭാര്യയാണ്. ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന പീഡനം കുറ്റകരമാണ്. അതിന്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്താ കുടുംബം മുഴുവൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും. അതുവഴി വരുണും രാധികയുമായിട്ടുള്ള വിവാഹം നിങ്ങൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം. കോടതി നിർബന്ധമായും അവരെ വേർപിരിപ്പിക്കും. സത്യമാണോ സാറേ? ഞാൻ നിയമത്തിന്റെ മാർഗോ പറയുന്നേ. മുറുക്കേണ്ട വിധത്തിൽ കേസ് മുറുക്കിയ വരുണിനും രാധികയ്ക്കും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇത്രയും നാളും ഈ പീഡനത്തിന് കൂട്ടുനിന്നതിന്റെ പേരിൽ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കുമെല്ലാം ശിക്ഷയും ഉണ്ടാവും. എന്നാ ശരി സാറേ. സാറേ, ഗൗതമോനെ ഒന്ന് വിളിക്കണം. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. കേസ് നേരത്തെ എന്നെ ഫയൽ ചെയ്യണം. അഥവാ പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ. അയ്യോ എന്റെ പൊന്നു സാറേ, അങ്ങനെയൊന്നും പറയല്ലേ. അത് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കോ? ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ അവര് പ്രിയങ്ക അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലല്ലേ? അതെ, ഇത് വലിയ ആശുപത്രിയാ സാറേ. സൗകര്യമുള്ള സ്ഥലമാ. സൗകര്യമുള്ള സ്ഥലം, അതാണ് പ്രശ്നം. പ്രിയങ്കയെ ചികിത്സിക്കുന്നത് ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്ന നിമിഷം തന്നെ അവര് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്റിമേഷൻ അയക്കും. ഇതൊക്കെ കുറച്ച് നേരത്തെ അറിഞ്ഞില്ലല്ലോ സാറേ. അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കില്ലായിരുന്നു. ആ സാരമില്ല, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. സുമാരിയമ്മേ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതികാരം നടത്തണം. ഗൗതമനും അച്ഛനും അവരാഗ്രഹിച്ച കാര്യങ്ങൾ നടക്കണം. അതിന് കൃത്യമായൊരു വഴിയാണ് തെളിഞ്ഞിരിക്കുന്നത്. ഞാൻ ഏറ്റു സാറേ. ഇനിയുള്ള കളി സുകുമാരിയുടെ കയ്യില. സാറിനെ ഞാൻ വിളിച്ചോളാം. സൂര്യ, ഒരു
പ്രശ്നമുണ്ട്. എന്താ മേ? സുകുമാരിയമ്മ ഇപ്പൊ ഏതോ വക്കീലിനോട് ഫോണിൽ സംസാരിച്ചു. എന്നിട്ട് അവരറിയാതെ ഞാൻ കേട്ടതാ. ആ വക്കീല് പ്രിയങ്കമോളെ ഇവിടുന്ന് സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട് പോലീസിലൊരു പരാതി കൊടുക്കാനാ പറഞ്ഞത്. ശ്ശോ. പരാതി കിട്ടിയ ഉടനെ തന്നെ പ്രിയങ്കയെ ദ്രോഹിച്ചവരെ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു. സുകുമാരിയമ്മ എല്ലാം സമ്മതിച്ചിരിക്കുവോ? ആ ഏട്ടാ, ഇത് അപകട. അങ്ങനെ ഒരു പരാതി പോയാ വരുണായിരിക്കും ആദ്യം അറസ്റ്റ് ചെയ്യാം. ആ പത്മിനി, ഞാനേ പ്രിയമോളെ ഈ ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. ഈ ഹോസ്പിറ്റലിൽ എന്താ കുഴപ്പം? ഇവിടെ എല്ലാ സൗകര്യം ഉണ്ടല്ലോ, പിന്നെന്താ മുത്തശ്ശി? സൗകര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ അത് ഞങ്ങൾക്കും കൂടെ ഒത്തുവരണ്ടേ. ഞാൻ അവളെ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലാക്കാനാ ഉദ്ദേശിക്കുന്നത്. പ്രിയങ്കയുടെ ഈ അവസ്ഥയിൽ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? ആ ബുദ്ധിമുട്ട് ഞങ്ങൾ അങ്ങ് സഹിച്ചു. കൊച്ചിനെ കൊണ്ടുപോയി ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത്രിയിലാക്കിയിട്ട് അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ പോണം. പോലീസുകാർ വരട്ടെ, കുറ്റക്കാരാരാണെന്ന് കണ്ടെത്തട്ടെ, കണ്ടെത്തുന്നവരെ ശിക്ഷിക്കട്ടെ. അതൊക്കെയല്ലേ അതിന്റെ ഒരു ശരിയായ രീതി.